Hello friends, welcome to Shali's Kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ഒരു പായസമായിട്ടാണ് കേട്ടോ. എന്ത് പായസമാണെന്ന് നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാമോ? അപ്പോൾ ഇത് പായസമാണെന്ന് ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓബിയസ്ലി ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായത് നുറുക്ക് ഗോതമ്പാണ്. നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ സൂചി ഗോതമ്പ് എന്ന് പറയും ഇതിന്. ഈ നുറുക്ക് ഗോതമ്പ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഷാലിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇതിപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പിൻ്റെ പായസമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമ്മൾ 1 കപ്പ് ഗോതമ്പ് ഒരു പാത്രത്തിൽ എടുത്തേക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. ഇതിനി അരമണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ. ക്ലീനായിട്ടുള്ളൊരു കുക്കർ എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇത് ഇടണം കേട്ടോ. നമ്മൾ നുറുക്ക് ഗോതമ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. ഇതിൽ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ച് വെള്ളം നുറുക്ക് ഗോതമ്പിനേക്കാളും കുറച്ച് മുകളിലായിട്ട് നിൽക്കണം. ഓക്കെ, ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് വെയിറ്റ് ഇല്ലാത്ത കുക്കറാണ് കേട്ടോ. അപ്പം ഞാനിത് സ്റ്റീം വന്നിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യും. നിങ്ങൾ വെയിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ 3-4 വിസിൽ കഴിഞ്ഞാൽ ഓഫ് ചെയ്തോളൂ കേട്ടോ. സ്റ്റീം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യും കേട്ടോ. അത് തണുക്കുമ്പോഴേക്കും നമുക്ക് ശർക്കരപ്പാനി എടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി നിങ്ങൾക്ക് 350 തൊട്ട് 400 ഗ്രാം വരെ ശർക്കര നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. മധുരം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഓൾമോസ്റ്റ് 1 കപ്പ് വെള്ളത്തിൽ നമുക്ക് ശർക്കരപ്പാനി ഉരുക്കിയെടുക്കാം. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മെൽറ്റായി വരട്ടെ. മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് എന്നിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുക വേണ്ടു. അപ്പോൾ അതും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പായസം നമുക്ക് റെഡി. നമുക്ക് തേങ്ങ ചരിവിയത് ഇത് 3 നാളികേരത്തിൻ്റെ തേങ്ങയാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇത് 1-ാം പാൽ എടുക്കാം. അപ്പം അത് 1-ാം പാൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. തെൻപാൽ. അപ്പം നമുക്കൊരു മിക്സി എടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ 2 ട്രിപ്പ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അതാണ് കേട്ടോ ഈ ഫസ്റ്റ് പാലെന്ന് പറയുന്നത്, തെൻപാൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ട് മിക്സിയിൽ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പം ഞാനിതൊരു പാത്രത്തിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്നിട്ട് ഈ അരിപ്പയിൽ ഇതാക്കിയിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഈ പാലാണ് ഫസ്റ്റ് പാൽ, തെൻപാൽ കേട്ടോ. നന്നായി അരിച്ചെടുക്കുക. ഇത് നമുക്ക് പാത്രത്തിലേക്ക് എടുത്തേക്കാം. എന്നിട്ട് ഇത് നമ്മൾ കളയരുത് കേട്ടോ. ഇതുകൊണ്ടാണ് നമ്മൾ 2-ാം പാൽ എടുക്കുന്നത്. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ 1-ാം പാൽ എടുത്തതിന് ശേഷമുള്ള തേങ്ങയില്ലേ, ഇതിലേക്ക് 3 കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് 2-ാം പാൽ തയ്യാറാക്കാം. ഓക്കെ, സെയിം പാത്രത്തിൽ തന്നെയാണ് എടുക്കുന്നത്. ഇത് 2-ാം പാൽ കേട്ടോ. എടുത്തിട്ട് നന്നായി ഇത് പ്രസ് ചെയ്തിട്ട് ഫുൾ പാൽ നമുക്ക് എടുക്കണം കേട്ടോ. അത് ഇപ്പം 2-ാം പാലും ഇത് റെഡിയായി. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ നോക്കാം. ഈ പാലുണ്ടാക്കണം, ശർക്കരപ്പാനി ഉണ്ടാക്കണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസം ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ശർക്കര ഞാൻ ഇപ്പം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം വെക്കാനായിട്ട് നമ്മൾ ഒരു പാൻ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതിട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇത് മെൽറ്റ് ആവട്ടെ. ഇത് മെൽറ്റ് ആവട്ടെ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മളുടെ ഇത് ഇട്ട് കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും വറ്റട്ടെ കേട്ടോ. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നന്നായി വറ്റി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഏലക്ക പൊടിച്ചത്, ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, 1/4 ടീസ്പൂൺ അതിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇതൊന്ന് കുറുകി വരണം കേട്ടോ. ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ഇത് എല്ലാം മധുരമൊക്കെ കറക്റ്റാണ്. കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ 1 പാൽ ഒഴിക്കുമ്പോൾ ഇത് കറക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യത്തിന് എൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇത് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചിലവർക്ക് കുറച്ച് കട്ടിയുള്ളതാണ് ഇഷ്ടം. ഇനി നമ്മളിത് 1 പാൽ ഒഴിക്കുമ്പോൾ ഒന്നും കൂടി ഇത് ലൂസാവും. പിന്നെ കുറച്ച് ഇരുന്ന് കഴിഞ്ഞാലും ഒന്ന് കുറുകി വരെ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇതിലേക്ക് നമുക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഞാനപ്പോൾ ഇനി ഇതിലേക്ക് തീ കുറച്ചിട്ട് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് തിളക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ തിളക്കാൻ വരുമ്പോഴേക്കും നമ്മൾ ഇത് ഓഫ് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. നമുക്ക് കിസ്മിസും ഇതും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള മുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ റൈസൻസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു. ഇതിലേക്ക് തന്നെ നമ്മുടെ കാഷ്യൂനട്ടും എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. സെർവിങ് പ്ലേറ്റിലേക്ക് പായസം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂം ഇതൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഈ പ്രാവശ്യം ഓണം ഞാൻ വിചാരിക്കുന്നു ചെറിയ രീതിയിലായിരിക്കും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണത്, ഈ പാൻഡമിക് ഒക്കെ കാരണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു ഓണം ആശംസിക്കുന്നു. വിഷ് യു എ വെരി ഹാപ്പി ഓണം. ആൻഡ് അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.